ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റേഷൻ കടയിലെ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നെയ്പ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും പുഴുങ്ങലരി വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇത് പച്ചരി വെച്ചിട്ടാണ്. അപ്പം പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ ഈ നെയ്പ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇത് രാത്രി കുതിരാനായി വെച്ച പച്ചരിയാണ്. അപ്പോൾ 2 മണിക്കൂർ കുതിർത്തിയെടുത്താലും മതി. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് കൊണ്ട് രാത്രി കുതിർത്ത് നന്നായി കഴുകി അതിലുള്ള കല്ലൊക്കെ മാറ്റി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കപ്പ് അളവിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ സവാള 4ആയി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചിരവിയെടുക്കണം. അപ്പോൾ പച്ചരി ആയതുകൊണ്ട് നമുക്ക് അരമുറിയോളം ചേർത്ത് കൊടുക്കാം. പുഴുങ്ങലരി ആകുമ്പോൾ ഇത്ര ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലത്തേക്ക് നമുക്ക് കുറച്ചായിട്ട് അരി ചേർത്ത് ആവശ്യത്തിന് അരിയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് നമ്മൾ നെയ്പ്പത്തിൽ എങ്ങനെയാണോ അരക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുത്ത് വന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. തരി പോലെ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പുഴുങ്ങലരി പൊടിച്ചതാണിത്. നൈസായി പൊടിച്ചത്, പൊറോട്ടയ്ക്കൊക്കെ എടുക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർത്ത് കുഴച്ച് കൊടുക്കാം. അപ്പോൾ പൊതുവേ ഒറോട്ടിയും നെയ്പ്പത്തിലും കല്ലുമ്മക്കായൻ്റെ മാവൊക്കെ ഇതുപോലെ തന്നെയാണ് അരച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഫുള്ളായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് പോരാ. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ടോട്ടൽ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എടുക്കുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ വരും. കാരണം നമ്മൾ മിക്സിയിൽ എത്രയാണോ വെള്ളം ഒഴിക്കുന്നത് അതിന് കണക്കായിട്ട് ചിലപ്പോൾ ഇത്രയും വേണ്ടി വരില്ല. അത് അരക്കുന്നതിന് വെള്ളം ചേർക്കുന്നതിനനുസരിച്ച് നമ്മൾ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പുഴുങ്ങലരി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റും ആയിരിക്കും. എന്നാൽ ബലൂൺ പോലെ കുറേ സമയം നിൽക്കുകയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് പരത്തി കാണിച്ചു തരാം. അധികം കട്ടിയും ഉണ്ടാവരുത്, എന്നാൽ നൈസായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ തടവി നമുക്ക് ചെറിയ ബോൾസാക്കി ഞാനിവിടെ ഒന്നേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൈവെള്ളയിൽ വെച്ചൊന്ന് പരത്തി ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ തീരെ നൈസും ആവരുത്, എന്നാൽ കട്ടി കൂടുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചീനച്ചട്ടി തന്നെ, കുഴിയുള്ള ചീനച്ചട്ടി തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു പാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാനിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ആയാൽ പ്രശ്നമില്ല. അപ്പോൾ നന്നായി ചൂടാവണം. നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊങ്ങി വരില്ല. അപ്പോൾ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായി ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, തീപ്പത്തിന്. അതുകൊണ്ട് നന്നായി തീ വേണം ഇതിന്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ പൊങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ പുഴുങ്ങലരി വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റും ക്രിസ്പി കിട്ടില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കന്നെ അത് താഴ്ന്നു പോവും. അപ്പോൾ ഇതാവുമ്പോൾ ഒരുപാട് സമയം ഇതുപോലെ ബലൂൺ പോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് അസിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അവർ ഇങ്ങനെയാണ് സ്ഥിരം നെയ്പ്പത്തിൽ പൊതുവെ എല്ലാവരും നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നത് പുഴുങ്ങലരി വെച്ചിട്ടാണ്. അപ്പോൾ പച്ചരിയിൽ വെച്ചിട്ടാകുമ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ്. പുഴുങ്ങലരി വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ
പിന്നെ ഇതുപോലെ മാത്രമേ നമ്മൾ ട്രൈ ചെയ്യൂ. അപ്പോൾ പൊങ്ങി വരുന്നത് കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് വരാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം കുറേ സമയമായി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട്. കണ്ടില്ലേ, താന്നൊന്നും പോയിട്ടില്ല, അങ്ങനെ തന്നെ പൊങ്ങി ബലൂൺ പോലെ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു 2 കപ്പ് അരി വെച്ചിട്ട് 20ഓളം നെയ്പ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആളനുസരിച്ചിട്ട് ഉണ്ടാക്കി എടുക്കുക. പിന്നെ പച്ചരി ആയതുകൊണ്ട് തേങ്ങ കൂടുതലായിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ പുഴുങ്ങലരി വെച്ച് ഉണ്ടാക്കുമ്പോൾ തേങ്ങ കൂടുതലായിട്ട് വേണ്ട. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചൂടോടെ കഴിക്കുമ്പോൾ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. കണ്ടില്ലേ? അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കി അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടാണ്. അപ്പോൾ പച്ചരി ആയതുകൊണ്ട് എണ്ണ കുടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പം പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.